ഹായ് എവരിവൺ, ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ബീഫ് കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പാൻ വെച്ച് കോക്കനട്ട് ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ബീഫ് ആയതുകൊണ്ട് കോക്കനട്ട് ഓയിലാണ് നല്ലത്. ആവശ്യത്തിന് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 2 വലിയ തക്കാളി അരിഞ്ഞത്, 2 വലിയതാണ്, വലിയ തക്കാളി. ഒരു 10 പച്ചമുളകുണ്ട്, നീളത്തിൽ അരിഞ്ഞതാണ്. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കുടം വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി, ഒരു വലിയ ഇഞ്ചി ചതച്ചതും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇതിലോട്ട് നമുക്കൊരു വലിയ 2.5 ഇതേ കണക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിനൊരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഗരം മസാല ഇല്ലേ, അതൊന്ന് വറുത്ത് പൊടിച്ചതാണ് മിക്സിയിൽ. അത് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്കൊരു 5 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കാരണം ഇതിന് വെള്ളം വല്ലതും ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്താൽ മതി. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തുറന്ന് നോക്കാം. ഇതിലിപ്പം ഒരുപാട് വെള്ളമൊന്നുമില്ല. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് അതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുക്കർ അടച്ചു ഇട്ടിട്ട് കൊടുക്കാം. ആദ്യത്തെ വിസിൽ വന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ആവിയൊക്കെ നന്നായി പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
എപ്പോഴും കുക്കറിൽ വെക്കുന്ന ഇറച്ചി വെയിറ്റ് അതിൻ്റെ വിസിലൊക്കെ മാറിക്കഴിയുമ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് വേണം ഒരു പാത്രത്തിലോട്ട്